Hello guys, welcome back to my YouTube channel. So നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത് സെമിസ്റ്റർ BA ഇംഗ്ലീഷ് സബ്ജക്റ്റായ ലിറ്റററി തിയറിയിലെ മൊഡ്യൂൾ 3 കൾച്ചറൽ സ്റ്റഡീസ്, ന്യൂ ഹിസ്റ്റോറിസിസം ആൻഡ് കൾച്ചറൽ മെറ്റീരിയലിസം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ എന്താണ് കൾച്ചറൽ മെറ്റീരിയലിസം, ന്യൂ ഹിസ്റ്റോറിസിസം, കൾച്ചറൽ മെറ്റീരിയലിസം, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തേക്കുന്ന ടോപ്പിക്സാണ് ഈ മൂന്നും. സോ ഇത് എന്തായാലും മിക്കവാറും കേസസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാൻ അറിയണമല്ലോ. നമ്മളിവിടെ കൾച്ചറൽ സ്റ്റഡീസിന് തന്നെ ഒന്ന് രണ്ട് സബ് ടോപ്പിക്സ് ഉണ്ട്. സോ അതിലൂടെയൊക്കെ പോകും തോറും നമുക്ക് എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഓർത്ത് വയ്ക്കാൻ പറ്റാനുള്ള കൂടുതൽ കാര്യങ്ങളാണ്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. സോ ഇതിൽ നമുക്കിവിടെ റീമണ്ട് വില്യംസിനെ പറ്റി പറയുന്നുണ്ട്. സോ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് റീമണ്ട് വില്യംസിനെ പറ്റിയിട്ടും കൾച്ചറലിസത്തിനെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കൾച്ചറൽ സ്റ്റഡീസ് നോക്കാം അല്ലേ. സോ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ interdisciplinary field of study concerned with how cultural production and reproduction in the society is determined by the social, political and economical forces acting in the society. ഡെഫിനേഷൻ ഒന്നും കേട്ടാലും പേടിക്കേണ്ട, സിമ്പിളാണ്. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇത് ഇൻ്റർഡിസിപ്ലിൻ ഫീൽഡാണ്. അതിൽ എങ്ങനെയാണ് കൾച്ചറൽ പ്രൊഡക്ഷൻ അതുപോലെ റീപ്രൊഡക്ഷൻ സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെ നടന്നു എന്നുള്ളത്. പിന്നെ സൊസൈറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ്, സോഷ്യൽ, പൊളിറ്റിക്കൽ, പിന്നെ എക്കണോമിക്കൽ ഫോഴ്സസ് ഒക്കെ അതിൻ്റെ ഒക്കെ ഒരു ആക്ടാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലേ. സോ അതാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. And also here we can see two principles. It is a principle of methodology and culture analysis is signified influence by Marxist critic. സോ കൾച്ചർ സൊസൈറ്റിയിലെ മാർക്സിസ്റ്റ് ക്രിറ്റിക്സ് എന്തിനെ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്? ഈ പ്രിൻസിപ്പിൾസും കൾച്ചറൽ അനാലിസിസിൻ്റെ പ്രിൻസിപ്പിൾസും മെത്തഡോളജിയും കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഓക്കെ, ആസ് ലോറൻസ് ഗ്രോസ്ബർഗ് റൈറ്റ്, cultural studies expose the historical possibilities of transformation people's lived realities and relations of power within which those realities are constructed. Here we can see that Lawrence Grossberg is saying or writes an explanation about കൾച്ചറൽ സ്റ്റഡീസ്. സോ അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിൽ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ പോസിബിലിറ്റീസിനെ പറ്റിയിട്ടും അതുപോലെ പീപ്പിൾസിൻ്റെ ട്രാൻസ്ഫോർമേഷനും അവർ ജീവിക്കുന്ന റിയാലിറ്റീനെ പറ്റിയിട്ടും അവരുടെ പവറിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, and cultural studies critically questions the common understanding, belief and historian that shapes the society. അല്ലേ, ഇതിലൂടെ കോമൺ അണ്ടർസ്റ്റാൻഡിങ് ബിലീഫ്സ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് സൊസൈറ്റി ഷേപ്പിംഗ് ഉണ്ടാവുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി കൾച്ചർ ഇസ് ലീവ്ഡ് എക്സ്പീരിയൻസ് ആൻഡ് നോട്ട് എ ഫാക്ട് ടു ബി അണ്ടർസ്റ്റാൻഡ് എക്സ്പ്ലെയിൻഡ്. അല്ലേ, ഇവിടെ കൾച്ചറൽ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണത് ആരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ വരുന്നതല്ലേ. ഇപ്പോൾ ഓരോ ഫാമിലിയിലും ഓരോ അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഇതിലും റിലീജിയനിലും ഓരോ കൾച്ചറാണല്ലേ. സോ അതെങ്ങനെയാണ് എന്താവുന്നത്? ഒരാൾ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ നമ്മുടെ പൂർവികന്മാർ ഏൻഷ്യൻ പീപ്പിൾസിലൂടെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നതല്ലേ. അതുപോലെയാണ് ഒരു കൾച്ചർ എന്ന് പറയുന്നത് അല്ലേ. കൾച്ചറൽ സ്റ്റഡീസ് emerged in Britain in late 1915 as the result of studies and identification of Richard Hogarth and Raymond Williams, who were later joined by Stuart Hall. Okay, ഇവിടെ കൾച്ചറൽ സ്റ്റഡീസ് ബ്രിട്ടനിൽ 1950s എമർജ് ചെയ്തത്. അത് എന്തിൻ്റെ സ്റ്റഡിയാണ്? റിച്ചാർഡിൻ്റെയും അതുപോലെ റേമണ്ട് വില്യംസിൻ്റെയൊക്കെ സ്റ്റഡിയുടെ കാരണമാണ് ഇത് വന്നിട്ടുള്ളത്. ലേറ്റർ അവർ സ്റ്റുവർട്ട് ഹാളിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. So this publication of Culture and Society by Raymond Williams in 1958 was the first major event in history of cultural studies. So cultural സ്റ്റഡീസിൻ്റെ ഒരു മേജർ ഇവൻ്റാണ് റേമണ്ട് വില്യംസ് റേമണ്ട് വില്യംസ് പബ്ലിഷ് ചെയ്ത കൾച്ചർ ആൻഡ് സൊസൈറ്റി. സോ അതിലൂടെയാണ് ഈ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ആദ്യത്തെ ഒരു വരവ്. അത് 1958
Williams overturned the familiar assumption about the culture in the book. അല്ലെ അദ്ദേഹത്തിൻ്റെ ഫെമിലിയർ ആയിട്ടുള്ള എസംഷൻസ് ഒക്കെ ആ ഒരു കൾച്ചർ ബുക്കിൽ അത് എഴുതി. അതെ, ആ ബുക്കിൻ്റെ പേരാണ് കൾച്ചർ ആൻഡ് സൊസൈറ്റി കേട്ടോ. റിച്ചാർഡ് ഫൗണ്ട് ദ സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചർ സ്റ്റഡീസ് CCCS at the University of ബ്രിംഗ്ഹാമിൽ അദ്ദേഹം 1964 CCCS കൊണ്ടുവന്നു. അതായത് സെൻട്രൽ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്. സെൻട്രൽ ഫോർ കണ്ടംപററി കൾച്ചർ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തത് റിച്ചാർഡ് ഹൊഗ്രാട്ടാണ്. 1964 ബ്രിംഗ്ഹാം സെൻറ്ററിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിലൂടെയാണ് ഈ ഒരു റിച്ചാർഡ് ഹിഗ്രറ്റ് ഇവിടെ എന്ത് റിച്ചാർഡ് ഹിഗ്രറ്റെന്നും ഹുഗ്രാറ്റെന്നും കൊടുത്തിട്ട് നമുക്ക് റിച്ചാർഡ് എന്ന് പറഞ്ഞാൽ മതി. റിച്ചാർഡ് ഈ ഒരു കൾച്ചർ സ്റ്റഡീസ് എന്നുള്ള സെൻറ്റർ നെയിമോടെ ഈ ഒരു പ്രൊഫൗണ്ട് സോഷ്യൽ കൾച്ചർ അനാലിസിസിന് സ്പ്രെഡ് ചെയ്തത്. ഓക്കെ, അതിലൂടെ ഒരുപാട് ക്യാരക്ടർ റാഡിക്കേഷൻ, അതുപോലെ ന്യൂ ലെഫ്റ്റ് ഇൻഫ്ലുവൻസസ്, ആൻറ്റി എലിസ്റ്റിക് അപ്രോച്ചസ്, അതുപോലെ പുതിയ കൾച്ചറും ഐഡിയോളജീസിനൊക്കെ ഫോക്കസ് ചെയ്ത്, പിന്നെ അതുപോലെ എക്സാമ്പിൾസ് ആയിട്ട് സബ് കൾച്ചേഴ്സ്, അതുപോലെ മീഡിയ, സ്റ്റേറ്റ്, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അതിലൊക്കെ നമുക്ക് കടക്കേണ്ട, നമുക്ക് അവിടെ കൾച്ചറൽ സ്റ്റഡീസ് ഉണ്ട് നമുക്ക്. സോ ഞാൻ CSSനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. വില്യം ആൻഡ് റിച്ചാർഡ്, coming from working class backgrounds, were aware of the tradition of the high culture marginalized the low culture. സോ ഇവിടെ രണ്ടുപേരും, വില്യംസ് ആയാലും അതുപോലെ റിച്ചാർഡ് ആയാലും, അവർ രണ്ടുപേരും വർക്കിംഗ് ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ. സോ അവർക്കറിയാം ആ ഒരു ട്രഡീഷനെ കുറിച്ച് അവർക്കറിയാം, അതുപോലെ ഹൈ കൾച്ചർ മാർജിനലൈസിനെ പറ്റിയിട്ട് അവർക്കറിയാം, ലോ കൾച്ചറിനെ പറ്റിയിട്ട് അവർക്കറിയാം. ദ എൻക്വയറീസ് അബൌട്ട് ദ കൾച്ചർ പ്രാക്ടീസ് ഓഫ് വർക്കിംഗ് ക്ലാസ്സസ് ആൻഡ് ദ മാർജിനലൈസ് സെക്ഷൻസ്. ഇവിടെ എന്താണ് കൾച്ചർ എൻക്വയറീസ് അബൌട്ട് എന്ത് കൾച്ചറൽ പ്രാക്ടീസസ്, അതുപോലെ വർക്കിംഗ് ക്ലാസ്സസ് ഒക്കെ എങ്ങനെയായിരുന്നു, ആൻഡ് ദ മാർജിനലൈസ് സെക്ഷൻസ്. ടുഗെദർ ദ വർക്ക് ഓഫ് Williams, Hall and Hogarth made cultural studies a prominent academic and theoretical field over the world. So ഇവിടെ വില്യമും റിച്ചാർഡും ഹോളൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു കൾച്ചറൽ സ്റ്റഡീസിന് ഒരു അക്കാഡമിക് പരമായിട്ടുള്ള തിയറിറ്റിക്കലായിട്ട് ഓൾ ദി വേൾഡിലോട്ട് ഇതിനെ പറഞ്ഞയച്ചത്. സോ എത്രയാണ് കൾച്ചറൽ സ്റ്റഡീസിൽ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ന്യൂ ഹിസ്റ്റോറിസം. അപ്പോൾ ന്യൂ ഹിസ്റ്റോറിസം എന്ന് പറയുന്നത് എന്താണ്? ന്യൂ ഹിസ്റ്റോറിസിസം became a prominent method of literary criticism in 1918 in US. സോ ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നത് ഒരു പ്രോമിനൻറ്റ് മെത്തേഡാണ്, ലിറ്റററി മെത്തേഡാണ് 1918 സെഞ്ച്വറിയിൽ US നടന്നത്. ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ടു ലിറ്റററി ക്രിറ്റിസിസം വിച്ച് ഇൻവെസ്റ്റിഗേറ്റ്സ് ദ ഹിസ്റ്ററി കോണ്ടെക്സ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ്സ് ഫോർമുല എലമെൻറ്റ്. സോ ഇവിടെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ടു ലിറ്റററി ക്രിറ്റിസിസം. ഒരു ലിറ്റററി ക്രിറ്റിസിസത്തിന് അപ്രോച്ച് എന്ന നിലയ്ക്കാണ് ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മാതിരി വന്നിട്ടുള്ളത്. വൈഡ്ലി പ്രിസീവ്ഡ് ആസ് എ റിയാക്ഷൻ ടു ദ ഫോർമലിസ്റ്റ് അപ്രോച്ച് ഓഫ് ദ ന്യൂ ക്രിറ്റിക്സ്. This school of theory situates the text outside the text. സോ ഇവിടെ എന്ന് പറയുന്നത് ഈ തിയറി ടെക്സ്റ്റ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് ആയിട്ടാണ് ഇവിടെ പുതിയ ക്രിറ്റിക്സ് അപ്രോച്ച് എടുത്തത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് കോൾഡ് ന്യൂ ഹിസ്റ്റോറിസം. അതിനാണ് ന്യൂ ഹിസ്റ്റോറിസം എന്ന് വിളിക്കുന്നത്. ആസ് ഇറ്റ് ഗോസ് ബിയോണ്ട് ദ historicist way of reading literature. ടെക്സ്റ്റ് ഈസ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ കോണ്ടന്റ്. ഇവിടെ ഹിസ്റ്റോറിക്കൽ റീഡിങ് ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്റോറിക്കൽ വേ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. ടു ദ ന്യൂ ഹിസ്റ്റോറിസ്റ്റ് ലൈക്ക് സ്റ്റീഫൻ ഗ്രീൻബി ബാൾസ്, ഹിസ്റ്റോറി ഈസ് നോട്ട് passively underground to literature text but an active collaboration in making meaning. സോ ഇവിടെ സ്റ്റീഫൻ ഗ്രീൻബി ബാലറ്റിൻ്റെ ഹിസ്റ്ററി അനുസരിച്ച് അതൊരു പാസീവ് ബാക്ക്ഗ്രൗണ്ട് അല്ല. ലിറ്റററി ടെക്സ്റ്റ് ഒരു പാസീവ് ബാക്ക്ഗ്രൗണ്ട്, അതൊരു ആക്റ്റീവായിട്ടുള്ളൊരു കൊളാബറേഷൻ, അതിലൂടെയാണ് അതിന് അർത്ഥം ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് അപ്രോച്ചസ് ഹിസ്റ്ററി ഡയറക്ട്ലി റാദർ ദാൻ ഡിപ്പെൻഡിങ് ഓൺ ദ നാരേറ്റീവ് ഓഫ് ഹിസ്റ്ററി. സോ ഇവിടെ ഹിസ്റ്ററി ആണ് കൂടുതലുള്ളത്, എന്താ പറയുക, നാരേറ്റീവ് ഹിസ്റ്ററിയേക്കാൾ കൂടുതൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി അപ്രോച്ചസ് ആണ്. അക്കോർഡിംഗ് ടു സ്റ്റീഫൻ, ന്യൂ ഹിസ്റ്റോറിസം places literature and history text side by side for the study. ഇവിടെ എന്താണ് പുതിയ ഹിസ്റ്റോറിസം വരും, ലിറ്റററി അതുപോലെ ഹിസ്റ്റോറിയൻ ആ കാര്യങ്ങളൊക്കെ വരും, അതുപോലെ ടെക്സ്റ്റ് സൈഡ് ബൈ ടെക്സ്റ്റ് ഫോർ സ്റ്റഡി.
പുതിയ ടെക്സ്റ്റുകൾ പുതിയ പുതിയ ടെക്സ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. Lewis, another new historist critics, define this equal weightage of literary and non-literary text as an approach basing and textuality of history. സോ ഇവിടെ ലൂയിസ് എന്ന് പറയുന്ന പുതിയ ക്രിട്ടിക്ക് ഇതിൻ്റെ ഈക്വൽ വെയിറ്റ്, ലിറ്ററേച്ചറിൻ്റെ ഈക്വൽ വെയിറ്റ്, അതുപോലെ നോൺ ലിറ്ററേച്ചർ ടെക്സ്റ്റിനെ പറ്റിയിട്ട് ഒരു ടെക്സ്റ്റ് ബേസിക് അപ്രോച്ച്, ഒരു ടെക്സ്റ്റുവാലിറ്റി നടത്തുകയാണ്. ഇറ്റ്സ് അപ്രോച്ച് ക്യാൻ ഓൾസോ ബി അണ്ടർസ്റ്റുഡ് ആസ് negation of the centrality of literature text in literary analysis. ഇവിടെ എന്തിൻ്റെ അപ്രോച്ചാണ് നടക്കുന്നത്? ഇറ്റ്സ് അപ്രോച്ച് ക്യാൻ ഓൾസോ ബി അണ്ടർസ്റ്റുഡ് ആസ് എ നെഗോസിയേഷൻ ആയിട്ട് ഇവിടെ അപ്രോച്ചസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതുമാത്രമല്ല ഈ ഒരു ലിറ്റററി ടെക്സ്റ്റിന് ഒരു ലിറ്റററി അനാലിസിസും കൂടി നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ന്യൂ ഹിസ്റ്റോറിസം. അതിനെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ വളരെ ലെങ്തി ആവും, നമ്മൾ ന്യൂ ഹിസ്റ്റോറിസം മാത്രം പറയാനാണല്ലോ വിചാരിച്ചു. ഇനി ലാസ്റ്റാണ് കൾച്ചറൽ മെറ്റീരിയലിസം. സോ കൾച്ചറൽ മെറ്റീരിയലിസം ഇവോൾവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ എ ന്യൂ വേ ഹിസ്റ്റോറിക്കൽ റീഡിങ് ഓഫ് ലിറ്ററേച്ചർ. സോ കൾച്ചറൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇംഗ്ലണ്ടിൽ ഇവോൾവ് ചെയ്തൊരു മൂവ്മെൻ്റ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂ വേ ഹിസ്റ്റോറിക്കൽ റീഡിംഗ് ആണ്. Okay, as a therapy and method of inquiring, it was first employed in anthropology. ആന്ത്രപ്പോളജിയിലാണ് അത് ഫസ്റ്റ് എന്താണ് എംപ്ലോയിഡ് ചെയ്തിട്ടുള്ളത്. Okay, Marxist ideas of historical materialism, which states the material forces in the society, like relationship of production, determine the fundamental traits of society, including its culture. Anthropology cultural materialism was particularly interested in Marxist dynamic of social thoughts from primitive life to the communist society through feudalism and capitalism. So ഇവിടെ മാർക്സിസ്റ്റ് ഐഡിയ ഒക്കെ എങ്ങനെയാണ്? ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് ആണല്ലേ. ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്? മെറ്റീരിയൽ ഫോഴ്സസ്, സൊസൈറ്റിയിലെ മെറ്റീരിയൽ ഫോഴ്സസും അതുമാത്രമല്ല പ്രൊഡക്ഷൻ ഡിറ്റർമിനേഴ്സും അതുപോലെ ഫണ്ടമെൻ്റൽ ട്രേറ്റ്സ് തമ്മിലുള്ള റിലേഷനും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? കൾച്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആന്ത്രപ്പോളജി കൾച്ചർ മെറ്റീരിയൽസ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? അവിടെ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ്, അതുപോലെ മാർസിയൻ ഡൈനാമിക്സ്, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ആ പ്രിമിറ്റീവ് ലൈഫ് എന്ന കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിലോട്ട് വന്ന കാര്യങ്ങൾ, അത് എന്തിലൂടെയാണ് വന്നത്? ഫ്യൂഡലിസം അതുപോലെ ക്യാപിറ്റലിസം. Cultural materialism understands the physical world as infrastructure, structure and superstructure. സോ ഇവിടെ കൾച്ചറൽ മെറ്റീരിയലിസം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഫിസിക്കൽ വേൾഡിന് 3 തരത്തിലാണ്. ഏതൊക്കെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ, സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് പ്ലെയിനാണ്. അതിലൂടെയാണ് എന്ത് ഈ ഒരു എൻവയോൺമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആവുന്നത്, ഫോഴ്സസും ലോസൊക്കെ. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇൻ വിച്ച് ദ സൊസൈറ്റി എക്കണോമിക്കലി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്. സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ എക്കണോമിക്കൽ അതുപോലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ, സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ? റിലേറ്റഡ് ടു ഐഡിയോളജി ആൻഡ് സിംബോളിസം. ആ ഐഡിയോളജീസ് അതുപോലെ സിംബോളിസം ഒക്കെ ഇതിൽ കാണുന്നു. ഓക്കെ, ആസ് ഓൾ റിയലിസം ആർ കണക്റ്റഡ്, എനി ചേഞ്ചസ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ വിൽ റിഫ്ലക്റ്റ് ഇൻ ദ അതർ പ്ലേസ്. സോ എല്ലാ റിയലിസം കണക്ട് ചെയ്യുന്നതിലൂടെ എനി ചേഞ്ചസ് ഇൻഫ്രാസ്ട്രക്ചർ, ഏത് ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ചസ് ഉള്ളതായാലും എന്താ പറയുക, റിഫ്ലക്റ്റ് ചെയ്യും, വേറെ അതർ പ്ലെയിൻസിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. ബട്ട് ചേഞ്ചസ് ഇസ് ദ അപ്പർ സ്ട്രക്ചർ വിൽ നോട്ട് എഫക്ട് ദ സ്പിയർ ഓഫ് കൾച്ചർ. ഇവിടെ ഒരു സ്പിയർ ഓഫ് കൾച്ചറിന് എഫക്റ്റ് ചെയ്യില്ല ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതൊരു തരത്തിലെ ഇൻഫ്രാസ്ട്രക്ചറിൽ എന്താണ് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. ആസ് എ ക്രിട്ടിക്കൽ തിയറി in the disciplines of art and literature, cultural materialism is debated to the British Marxist critics Raymond Williams for theory outlook as well as the name. So ഇവിടെ ക്രിട്ടിക്കൽ തിയറി അതിൻ്റെ ഒരു ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറൽ മെറ്റീരിയൽസ് അതൊക്കെ എന്താണ് ഒരു തർക്കമില്ലാത്ത രീതിയിൽ ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ക്രിട്ടിക്കായ റെയ്മണ്ട് വില്യംസ് ഒരു തിയറി ഔട്ട്ലുക്കും അതിനൊരു പുതിയ നെയിമും കൊടുക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ബുക്കായ മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ 1977 അദ്ദേഹം ഈ ഒരു കൾച്ചറൽ മെറ്റീരിയൽസിനെ പറ്റിയൊരു ഡെഫിനേഷൻ കൊടുക്കുന്നത്. ആൻഡ് ഈ തിയറി എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയലിസം മെറ്റീരിയൽ കൾച്ചറിനെ പറ്റിയും അതുപോലെ ലിറ്ററൽ പ്രൊഡക്ഷനെ പറ്റിയും അതുപോലെ ഹിസ്റ്റോറിസം മെറ്റീരിയലിനെ പറ്റിയും
ഓക്കെ, അങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസിനെ പറ്റിയിട്ടും പിന്നെ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ അനലൈസിസ് എന്ന് പറയുന്നത് എന്തിനാണ്, മാസസ് ഹിസ്റ്റോഗ്രാഫിനെ പറ്റിയിട്ടാണ്. മാസസ് എന്തിനൊക്കെ റിജക്റ്റ് ചെയ്യുന്നു, ഹിസ്റ്ററിനെയും പിന്നെ അതുപോലെ എന്താണ് ഇഗ്നോറൻസിനെ നോളജിനൊക്കെ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്ന ആ ഒരു വ്യൂ പോയിന്റ് എന്ന്. മാസസ് ഹിസ്റ്റോഗ്രാഫി സീസ് ഹിസ്റ്ററി ആസ് ദ ഹിസ്റ്ററി ഓഫ് മെറ്റീരിയൽ ഫോഴ്സസ് അറ്റ് വർക്കിംഗ് ഇൻ സൊസൈറ്റി. സോ സൊസൈറ്റി വർക്കിങ്ങിൻ്റെ ഒരു എന്താണ് മെറ്റീരിയൽ ഫോഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, he shows literary text as a political and historical document that cannot be separated from the context of its production. So ഇവിടെ എന്താണ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഫ്രം ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹിസ് പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ്റെ കോണ്ടെക്സ്റ്റ് ആയിട്ട് അക്കോർഡിംഗ് ടു ഹിം കൾച്ചർ ആസ് എ വേ ഓഫ് ലൈഫ് ഇസ് കണക്റ്റഡ് ടു മെറ്റീരിയൽ ഫോഴ്സസ് ദാറ്റ് ഓപ്പറേറ്റ് വിത്തിൻ ദ സൊസൈറ്റി. സോ ഇവിടെ എങ്ങനെയാണ് കണക്ഷൻ വന്നിരിക്കുന്നത്, മെറ്റീരിയൽ ഫോഴ്സസ് ആയിട്ടാണ് ഒരു കണക്ഷൻ വന്നിരിക്കുന്നത്, ദാറ്റ് ഓപ്പറേറ്റ് വിത്തിൻ ദ സൊസൈറ്റി. ഇവിടെ ഒരു സൊസൈറ്റീനായിട്ടൊരു ഓപ്പറേഷനും കൂടി വരുന്നു. Cultural materialism follows and analyzes these changes with the help of the concept of residual, dominant and emergent device of Williams. So ഇവിടെ കൾച്ചറൽ മെറ്റീരിയലിസം എന്തിനാണ് ഫോളോ ചെയ്യുന്നത്, ആ വരുന്ന ചേഞ്ചസ് വന്ന ചേഞ്ചസിന്. പിന്നെ അതുപോലെ ഡോമിനൻ്റ് എന്താണ്, ഡോമിനൻ്റ് അവിടെ എമർജൻസി ആണ് അല്ലേ, ആര് വഴി, വില്യംസ് വഴി. ഓക്കെ, സോ വില്യംസ് ഇവിടെ എന്തിനൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട്, വില്യംസ് പൊസിഷൻ ഇൻ തിയറി ഓഫ് ടു പ്രാഡ്ഗ്രാംസ് ഓഫ് കൾച്ചർ. ഇവിടെ 2 പ്രാഡ്ഗ്രാംസ് ഓഫ് കൾച്ചറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ജോണത്തൻ ഡോളിമോർ ആൻഡ് അലൻ സ്നിഫീൽഡ് അവരുടെ സബ് ഹെഡിങ് ആയ കൾച്ചറൽ മെറ്റീരിയലിസത്തിൻ്റെ പൊളിറ്റിക്കൽ ഷേക്സ്പിയർ ആയിട്ട് 1985. അത് മാത്രമല്ല പീറ്റർ ബെറി എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടേഴ്സ് കൾച്ചറൽ മെറ്റീരിയൽസിനെ സമ്മറൈസ് ചെയ്യുന്നത് എന്തൊക്കെയായിട്ട്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, തിയറിറ്റിക്കൽ മെത്തേഡ്, പൊളിറ്റിക്കൽ കമ്മിറ്റി, ടെക്സ്ച്വൽ അനാലിസിസ്. ഇത്രയൊക്കെ ആയിട്ടാണ് ഇവർ ഈ ഒരു കൾച്ചറൽ മെറ്റീരിയൽസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് കൾച്ചറൽ സ്റ്റഡീസ്, ന്യൂ ഹിസ്റ്റോറിസം, കൾച്ചറൽ മെറ്റീരിയലിസത്തിൻ്റെ ഇട്ടിട്ടുണ്ട്. അതായത് ഈ മാർക്സിസം എന്ന് പറയുന്ന മൊഡ്യൂളിൽ മാർക്സിസം, ആൻ്റോണിയോ ഗ്രാംസ്കി, ലൂയിസ് ആൽത്യൂസർ, കൾച്ചറൽ മെറ്റീരിയലിസം, ന്യൂ ഹിസ്റ്റോറിസം, കൾച്ചറൽ സ്റ്റഡീസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു.